പ്രൈസ് ലോർഡ്. ബൈബിൾ വാക്യങ്ങളിലൂടെ പ്രഭാഷകൻ്റെ പുസ്തകത്തിലെ 35-ാം അധ്യായത്തിലെ 6-ാം വചനം കാണിച്ചു തരികയാണ്. വെറും കൈയോടെ കർത്താവിനെ സമീപിക്കരുത്. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ചിന്തിച്ചു പോകും. കാരണം പലരും ചോദിച്ചിട്ടുണ്ട്, ദൈവത്തിന് എന്തിനാ പണം? ദൈവം നമുക്കല്ല തരേണ്ടത്, ദൈവത്തിന് എന്തിനാണ് നമ്മൾ പൈസ കൊണ്ടു കൊടുക്കുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട്. നമ്മൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനും അപ്പം സ്വീകരിക്കുവാനും ഞായറാഴ്ച ദേവാലയത്തിൽ ഒരുമിച്ച് കൂടും. അപ്പോൾ കൊടുക്കുന്ന ആ ഒരു കാഴ്ച, സ്തോത്ര കാഴ്ച, ആ ഫണ്ട് അത് പുരോഹിതൻ പാരിഷ് കമ്മിറ്റിയോടുകൂടിയുള്ള ആ ഒരു ആലോചനയിൽ ചിലപ്പോൾ സ്കൂൾ പണിയാൻ എടുക്കും, ചിലപ്പോൾ ദേവാലയം പണിയാൻ ഉപയോഗിക്കും, ചിലപ്പോൾ പാരിഷ് ഹാൾ പണിയാൻ ഉപയോഗിക്കും, മറ്റു ചിലപ്പോൾ നാനാ മതസ്ഥരെ ദേവാലയത്തിലെ പുരോഹിതർക്കായിരിക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ഭവനമില്ലാത്തവർ, അതുപോലെ തന്നെ അനാഥരായിട്ടുള്ള വിധവകളായിട്ടുള്ളവർ, ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ദേവാലയത്തിൽ വന്ന് അച്ഛൻ്റെ സങ്കടം പറഞ്ഞു. അപ്പോൾ അവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫണ്ട്, ഈ ദൈവത്തിന് നമ്മൾ കൊടുക്കുന്ന ഫണ്ട്. അതായത് ദൈവം ഉപയോഗിക്കുകയല്ല, മനുഷ്യർ തന്നെ ഉപയോഗിക്കുക. അത് അച്ഛൻ്റെ സ്വന്തം ഇഷ്ടത്താലല്ല കൊടുക്കുന്നത്, അത് ആ പാരിഷ് കമ്മിറ്റി ഉൾപ്പെടെ ആലോചിച്ചിട്ട് അത് കൊടുക്കും. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അറിവില്ലായ്മ കൊണ്ട് പലരും ചോദിച്ചിട്ടുണ്ട്. എന്നോട് തന്നെ ചോദിച്ചു, എന്തിനാണ് ദൈവത്തിന് പൈസ കൊടുക്കുന്നത്? അപ്പം അത് ഇതാണ് സംഭവം. ആ ഫണ്ട് നല്ലതിനു വേണ്ടി മനുഷ്യർക്ക് ഉപയോഗിക്കുന്നു. അത് നാനാ മതസ്ഥരെ വന്ന് വാങ്ങിക്കാറുണ്ട്. അതുപോലെ തന്നെ രാഷ്ട്രീയം നോക്കാറില്ല, ഏത് രാഷ്ട്രീയ പാർട്ടി വന്നാലും അത് കൊടുക്കാറുണ്ട്. കർത്താവിനെ കാഴ്ച സമർപ്പിക്കുമ്പോൾ നമ്മൾ നമ്മുടെ മുഖം വാടരുത്. ആദ്യഫലം സമർപ്പിക്കുമ്പോൾ ലുപ്ത് കാട്ടാൻ പാടില്ല, സന്തോഷത്തോടെ അത് കൊടുക്കണം. കർത്താവ് നമുക്ക് നൽകിയ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും ജോലി, അതുപോലെ നമുക്ക് സൂക്ഷ്മമായിട്ടുള്ള ജീവിത രീതി, അതിനുള്ള ഒരു വശങ്ങളൊക്കെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ള ആ ലാഭവിഹിതത്തിൽ നിന്നും നമ്മൾ ദൈവത്തിന് കൊടുക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ദൈവം കൂടുതൽ സന്തോഷിക്കും. നമ്മുടെ മടിയിൽ അമർത്തി കുലുക്കി നിറച്ചളന്ന് ദൈവം ഇട്ട് തരുന്നതാണ്. ബൈബിൾ വചനം കാണിച്ചിരുന്നതാണ്, വ്യക്തമാക്കുന്നതാണ്. നമ്മൾ മുഖം പാടാൻ പറഞ്ഞ ഈ ദശാംശം കൊടുക്കുമ്പോൾ സന്തോഷത്തോടുകൂടി നമ്മൾ കൊടുക്കണം. അപ്പോൾ ആ പണം ഇതിനാണ് നമ്മൾ കൊടുക്കുന്നത്. ദൈവത്തിന് ഓഹരി എന്ന് പറയുന്നത് ഇതാണ്. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു ജീസസ്.